ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പം ഞാൻ ഇന്നുള്ളത് നാട്ടിലാണ്. ഇന്നാണെങ്കിൽ എൻ്റെ ചക്കുരക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ കുട്ടിക്ക് എല്ലാവരും ഒരു ബർത്ത്ഡേ വിഷ് കമൻറ്റിൽ പറയണം. കുട്ടി ത്രില്ഡാണ് ബർത്ത്ഡേ വിഷൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഞാൻ ഇന്നലെ അപ്പോൾ ഇവനൊരു സർപ്രൈസ് കൊടുക്കാവുന്ന രീതിയിൽ ഞാൻ കയറിയതാണ്. പക്ഷേ എൻ്റെ സർപ്രൈസ് എൻ്റെ ട്രെയിൻ ചതിച്ചു. ട്രെയിൻ 5 മണി 5:30 ആകുമ്പോൾ കായംകുളം എത്തുമെന്ന് പറഞ്ഞ ട്രെയിൻ എത്തിയത് 8 മണിക്കാണ്. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി പൊളിയുമല്ലോ. കാരണം ഒന്നാമത് ഇവൻ എണീറ്റ്, പിന്നെ എന്നെ കാണാഞ്ഞപ്പോൾ വാപ്പി ഉമ്മയും വിളിച്ചപ്പോൾ ഇവന് മനസ്സിലായി ഞാൻ വരുന്നുണ്ടെന്ന്. ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് ഇവർ പറയുന്നു. കണ്ടപ്പോൾ കഴിഞ്ഞു ഗൈസ്. ഇവിടെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മാംഗ്ലൂർ എന്താ കഠിനമായ ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു അവിടെ. വെയിലെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വെയിൽ. ആ വെയിലത്ത് നിന്ന് ഇങ്ങോട്ടൊന്ന് മഴ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം. രാവിലെ മഴ നനഞ്ഞപ്പോഴും എന്തോ ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഇവിടെ വന്നിരുന്ന് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുവാണ്. ഉമ്മിയുടെ വിശേഷങ്ങൾ കാണിക്കാം. ഉമ്മി അകത്ത് കിച്ചണില്ല. അപ്പം നമുക്ക് ബാക്കി ഉമ്മിയുടെ വിശേഷങ്ങളോട്. ഹായ് മക്കളെ, ഞാൻ പണിയിലാണ്. എല്ലാം അലങ്കോലെ കിടക്കുവാണ്. കടയിലേക്ക് ഫുഡ് കൊടുക്കണം. റൂമിൽ ഒരിക്കൽ കാണാം. ചുമന്ന കോരയാണ് നമുക്ക്. എന്നിട്ട് ഇന്ന് എന്തൊക്കെയാ റെഡിയായപ്പോ? ഇപ്പൊ റെഡിയായത് ചക്ക വേവിച്ചത്, പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ വെള്ളരിക്ക പച്ചടി, ചുമന്ന പോലെ മീൻകറി, തക്കാളി കറി. ഞങ്ങൾക്ക് ഇവിടെ ഭരണിക്കാവിലെ ലിസ്റ്റർ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു കടയുണ്ട്, ഹോട്ടലുണ്ട്. അപ്പൊ അവിടത്തേക്ക് ഇന്ന് ഓർഡർ ഉണ്ട്. ഇന്ന് കട ക്ലോസ്ഡ് ആണെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓർഡർ എടുക്കുന്നുണ്ട് ഞങ്ങള്. അപ്പൊ അങ്ങനെ ഇവിടെ അടുത്തൊരു ജ്വല്ലറിയിലോട്ട് ഓർഡർ കൊടുക്കാനുണ്ട്. അപ്പൊ ആ ഓർഡറിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് മമ്മി. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ നൗഹിദിന്റെ അടുത്ത് അറിയാം, വീട്ടിലുള്ള വിശേഷങ്ങൾ. ഓക്കെ ഗൈസ്, എന്നെ നൗഹിദ് ആയിരിക്കുന്നു. നൗഹിദേ വ്ലോഗിനെ ഹായ് പറ. നൗഹിദ് ഗൈസ്, ദാണ്ട നല്ല മഴയാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്. അതാ അങ്ങനെ ഞങ്ങൾ ഇവിടെ മഴയും ഒക്കെ കണ്ടോണ്ടിങ്ങനെ ഇരിക്കുക. അതെന്തോ ചെയ്യണോന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഉമ്മ ഇപ്പോഴും മീനുമായിട്ട് തന്നെ മൽപ്പിടുത്തത്തിലാണ്. ഇതുവരെ കഴിഞ്ഞില്ലയോ? എന്തെന്നാ മീൻകറിയോ? ഇല്ല, തിളകുന്നില്ല. ഇത് മീൻകറിക്കുള്ളതാണ് ഗൈസ്. ദാണ്ട പാപ്പ വന്നു. ദാണ്ട ഇതൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കിയ കറികൾ. ചോറ് എന്തൊക്കെയാ അമ്മ? ചക്ക, മീൻകറി, തക്കാളി കറി, പാവയ്ക്ക മെഴുക്ക് പുരട്ടി. വ്ലോഗിന് ഹായ് പറ. മഴയൊക്കെ മാറി ഞങ്ങള് ഇവിടെ ഇരിക്കുവായിരുന്നു. അവിടെ ഞാനിവിടെ ചെറിയൊരു മഴയത്ത് ഡാൻസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറി ഞങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നു. അന്നേരമാണ് പാപ്പി പറഞ്ഞത് റംബൂട്ടാൻ പഴുത്തിക്ക് നമുക്ക് പറിച്ചാലോ. അങ്ങനെ ഞങ്ങളത് റംബൂട്ടാൻ പറിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമുക്ക് റംബൂട്ടാൻ പറിക്കുന്നത് കാണാം. ഓക്കെ, ദാണ്ട വാപ്പ തോട്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് ഇത് പറിക്കാനുള്ള ദാണ്ട ഗൈസ്. തോട്ടിയൊക്കെ എടുത്ത് മുകളിൽ ഇഷ്ടം പോലെ പഴുത്തത് നിൽപ്പുണ്ട്. അപ്പം അത് പറിക്കാന്നുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഇതുകൊണ്ട് ആ പഴുത്തത് കണ്ടോ അവിടുത്തെ, അതാണ്. അപ്പൊ ഇത്രയും റംബൂട്ടാനെ കിട്ടിയോ. എങ്ങനെയുണ്ട് റംബൂട്ടാൻ കഴിച്ചിട്ട്?
ഗൈസ് ഇന്ന് അതത്ര കിട്ടിയോളാ റംബൂട്ടാൻ. കാരണം ഈ മഴയായതുകൊണ്ട് തെന്നി നിൽക്കുന്ന അവിടെ അത് പറിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തോട്ടിക്കാണെങ്കിൽ നല്ല വെയിറ്റും. അപ്പോൾ കുറച്ച് കാണിച്ച അത്രേ കിട്ടിയോളൂ. അതിനകത്തൊന്നും പഴുത്തത് കുറവാണ്, കൂടുതലും പച്ചയാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പം വീണ്ടും അടുത്ത വ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.